ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 2 കടച്ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ ഇത് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിസിൽ വരുന്നതൊക്കെ നമ്മളുടെ ഓരോ കുക്കറിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ കംപ്ലീറ്റ് പോയതിനു ശേഷം തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ. നമ്മളിത് ഇതേപോലെ നന്നായിട്ട് തന്നെ നമ്മൾക്കൊന്ന് ഉടഞ്ഞു കിട്ടണം. അതിനുശേഷം നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഉരുളിയിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച കടച്ചക്ക ചേർത്ത് കൊടുക്കുകയാണ്. കടച്ചക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 500 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ശരിക്കും ആ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ മാറി ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ 2ാം പാൽ എടുത്തിരിക്കുന്നത് ഒരു 3.5 ഗ്ലാസ് 2ാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 3.5 ഗ്ലാസ് 2ാം പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. കുറുകി വരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് 1ാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായാൽ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 10 ഏലക്കായും ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സും കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂനട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ നമ്മൾ ഒരു പിടി റൈസിൻസും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതും കൂടെ ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ആ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ ഒരു പിടി തേങ്ങ ചെറിയ പീസസാക്കി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ അത് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണ്. എല്ലാ കടകളിലും കടച്ചക്ക അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു സിമ്പിൾ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.